പിറമാടം ഗെറ്റ്സിമോൻ ദയറായിൽ നിന്നും 8ാം വർഷവും പാവപ്പെട്ടവർക്കായി നൽകി വരുന്ന ഭക്ഷ്യധാന്യ കിറ്റുകളുടെ വിതരണം നടന്നു. വന്ധ്യ ബെന്യാമൻ മുളേരിക്കൽ റമ്പാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യാക്കോബായ സുറിയാനി സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് പീറ്റർ കെ ഏലിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ദേറ സെക്രട്ടറി ഫാദർ റോയ് മാത്യൂസ് മേപ്പാടം സ്വാഗതവും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഫാദർ ലാൽമോൻ പട്ടർമടം, പിറമാടം പള്ളി ട്രസ്റ്റി ഐസക് കൊച്ചേലിൽ, സൽമോൻ ജേക്കബ് എന്നിവർ സംസാരിച്ചു. 115 പാവപ്പെട്ടവർക്ക് ഇത്തവണയും ദേറായിൽ നിന്നും ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം നൽകി. വൈദികരാൽ നടന്ന് പ്രാർത്ഥിച്ച് നിൽക്കുന്നൊരു സ്ഥലമാണ് ഈ പിറമാടം ദേറ എന്ന് പറയുന്നത്. നമുക്കറിയാം, കുറച്ച് നാളുകൾ മുമ്പ് മലങ്കരയിലെ പ്രകാശഗോപുരം എന്ന് പറയുന്ന പുണ്യശ്ലോകനായ ബസേലിയോസ് പൗലോസ് തിരിയൻ കാതോലിക്ക ബാബ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ കാലഘട്ടത്തിലെല്ലാം താമസിച്ചതാണ് ഈ ദേറ. ഈ ദേറാധിപനായിരിക്കുന്ന അഭിവന്യ ഗീവറീസ് മാർ ദിവന്യാസോസ് മെത്രാപ്പൊലീത്ത അദ്ദേഹം പ്രായാധിക്യത്തിൽ യാത്ര ചെയ്യാൻ പ്രയാസമുള്ളതുകൊണ്ട് ഇന്ന് എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഈ പുണ്യഭൂമിയിൽ, അനുഗ്രഹിക്കപ്പെട്ട പുണ്യഭൂമിയിൽ മുളേരിക്കൽ റമ്പാച്ചനാണ്, വന്ധ്യ റമ്പാച്ചനാണ് ഈ ദേറയുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ മണ്ണിൽ ഈ ദേറയുടെ മുമ്പിൽ, ഈ ആരാധനാലയത്തിന് മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് പ്രിയപ്പെട്ട റമ്പാച്ചൻ്റെ നേതൃത്വത്തിൽ 2018 മുതൽ ഈ ചെറിയ നിലയിലായിട്ട് ആരംഭിച്ചതാണ്. കോവിഡും വെള്ളപ്പൊക്കത്തിലും കാലഘട്ടത്തിൽ നമ്മുടെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രയാസങ്ങൾക്ക് ഒരു കൈത്താങ്ങായി സഹായമായിട്ട് പ്രിയപ്പെട്ട റമ്പാച്ചൻ ക്രമീകരിച്ചതാണ്. പിന്നെ നിങ്ങൾ ഇത്രയും പേർക്ക് ഇത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ പിന്നീട് റമ്പാച്ചൻ്റെ പ്രാർത്ഥനയും ധ്യാനവും റമ്പാച്ചനോട് ചേർന്ന് നിൽക്കുന്നതായ ഒരു സമൂഹത്തിൻ്റെയും സ്നേഹവും സന്തോഷവുമാണ് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കൂടാതെ റമ്പാച്ചൻ്റെ സഹായത്തിനും കൈത്താങ്ങലുമായിട്ട് പുറകിൽ നിൽക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അവരുടെ പേരുകളൊന്നും പറയാൻ അവർ പോലും ആഗ്രഹിക്കുന്നില്ല. നാളുകളായിട്ട് വരും കാലങ്ങളിൽ ഇത് വലിയ സംരംഭമായിട്ട് സ്ഥിരമായിട്ട് നമ്മുടെ ആളുകൾക്ക് സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ദൈവം ചെയ്തു തരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ദിവ്യമായ മഹത്തായ സംരംഭത്തിന് നിങ്ങളുടെ ഓരോരുത്തരും പേരിൽ വേദിയിരിക്കുന്ന വൈദികരുടെയും എല്ലാവരുടെയും നാമത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇന്ന്